നടന്നു വരുന്നതിനിടയിൽ എനിക്കൊരു പേപ്പർ കിട്ടി. അത്യാവശ്യം കംപ്ലൈന്റ് ആയത് ചുരുണ്ടിന്റെ ഒരു ഇതായ ഒരു പേപ്പറാണ്. സുരേഷ് ഗോപിയെ കുറിച്ചാണ് ഈ പേപ്പറിലുള്ളത്. സുരേഷ് ഗോപി എന്തൊക്കെ ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്ന ഒരു പേപ്പറാണ്. തൃശ്ശൂരുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു പേപ്പർ. അപ്പോ സുരേഷ് ഗോപി വന്നു കഴിഞ്ഞാൽ സ്വർഗമാക്കുമോ, ഒരു യൂറോപ്യൻ രാജ്യമാക്കുമോ എന്ന് ഉള്ള രീതിയിലൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. അത്രയൊക്കെ എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോ അതിന് ആദ്യം പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഒട്ടേറെ വാഗ്ദാനങ്ങൾ നൽകുക എന്നതിലല്ല, കഴിയുന്നത്ര പൂർത്തീകരിക്കുക എന്നതിനാണ് പ്രാധാന്യമെന്ന് ഞാൻ കരുതുന്നു. ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യത്തിൽ എന്റെ മാതൃക. തൃശ്ശൂരിന്റെ വികസനത്തിനായി നമുക്ക് ഒത്തൊരുമിച്ച് മുന്നേറാം എന്നാണ് പറയുന്നത്. അപ്പോ വെറുതെ കുറെ പറയല്ല, പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ശ്രമിക്കാം, പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയാം, ആ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാം എന്നതാണ് സുരേഷ് ഗോപി പറയുന്നത്. അപ്പൊ എന്താണ് സുരേഷ് ഗോപി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുക? ഒന്നാമത്തെ കാര്യം മെട്രോയാണ്. കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മെട്രോ വരും എന്നാണ് പറയുന്നത്. മെട്രോ ഒരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റോഡിന്റെ ബ്ലോക്ക് എത്ര സമയമാണ് വേസ്റ്റ് ആവുന്നത്. അപ്പോ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ മെട്രോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു ഓപ്ഷൻ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. മെട്രോ നല്ല രീതിയിൽ തൃശ്ശൂർ കൊണ്ടുവരാം, അതോടുകൂടി പല റോഡിന്റെ കുരുക്കുകൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെയുള്ളത് ശക്തൻ മാർക്കറ്റ്, അത് അതിഗംഭീരമാക്കും എന്നും പറയുന്നതാണ് അദ്ദേഹം. ശക്തൻ മാർക്കറ്റിന്റെ വികസനമാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അവിടുത്തെ മാർക്കറ്റ് ഇന്ത്യയിൽ തന്നെ മാതൃകയാക്കാവുന്ന ഒരു വലിയൊരു മാർക്കറ്റ് ആക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനൊപ്പം ഒരു നോളജ് സിറ്റി, കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം എന്ന നിലയിൽ എല്ലാ നാട്ടിലും നമ്മൾ അറിയപ്പെടുന്ന അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തൃശ്ശൂർ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു നോളജ് സിറ്റി കോർപ്പറേഷന്റെ സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ പണിയാനാണ് അദ്ദേഹം നോക്കുന്നത്. അപ്പൊ ആ ഒരു നോളജ് സിറ്റി എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ഒരു ശ്രദ്ധിക്കപ്പെടാനുള്ള തരത്തിലാക്കും എന്നാണ്. പിന്നെ ഗ്രൗണ്ടാണ്, അതായത് സ്റ്റേഡിയം, നമുക്കൊരു നല്ലൊരു സ്റ്റേഡിയം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്തൊരു നല്ലൊരു സ്റ്റേഡിയം അദ്ദേഹം പറയുന്നുണ്ട്. കോൾപ്പടവുകൾ, ഇവിടെ പാടശേഖരങ്ങൾ ഒരുപാടുണ്ട് തൃശ്ശൂർ. അപ്പൊ അവിടെയൊക്കെ സോളാർ ആക്കും. ഊർജ പ്രതിസന്ധിക്ക് സോളാർ പദ്ധതിയാവും. പമ്പിനും മറ്റുമൊക്കെ സൗരോർജ പദ്ധതി പൂർണ്ണമാക്കിയിട്ട് കറണ്ട് ഉപയോഗിക്കാതെ എല്ലാം അവിടെ നിന്ന് തന്നെ ആക്കുന്ന, കർഷകർക്ക് സഹായമാക്കുന്ന ഒരു രീതിയാണ് പറയുന്നത്. പിന്നെ ദേശീയപാത 544 മണ്ണുത്തിയിൽ നിന്നും ചൂണ്ടൽ ഗുരുവായൂർ വഴി ദേശീയപാത 66 ഒരു ബൈപ്പാസ് അദ്ദേഹം പറയുന്നുണ്ട്. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ ജനലക്ഷങ്ങളുടെ ആശ്രയ കേന്ദ്രമാണ് നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. അത് ഉന്നത നിലവാരത്തിൽ ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിലുള്ള നല്ലൊരു മെഡിക്കൽ കോളേജ് ആക്കി അദ്ദേഹം മാറ്റുമെന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെ നഗരത്തിലെ മാലിന്യം, അതൊരു വലിയ പ്രതിസന്ധിയാണ്. തൃശ്ശൂരുള്ളവർക്ക് അറിയാം, പലയിടത്തും മാലിന്യം വലിച്ചെറിയാണ്. അത് ക്ലീൻ ആക്കാനുള്ള അതിനുള്ള കൃത്യമായ ഉപകാരപ്രദമായ ഒരു സംഭവം തന്നെ, ഡ്രെയിനേജ് സംവിധാനം തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്. 10 പോയിന്റോളം അദ്ദേഹം പറയുന്നുണ്ട്. വെള്ളത്തിനുള്ള വഴി നമ്മൾ കണ്ടെത്തും. ജലജീവൻ മിഷൻ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും നടപ്പാക്കും. ഷൊർണൂരിൽ നിന്ന് നഞ്ചങ്കോട്ടേക്കുള്ള റെയിൽവേ പാത അത് റെഡിയാക്കും. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി എല്ലാവർക്കും വീടില്ലാത്തവർക്കൊക്കെ വീടുണ്ടാക്കും. അങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഏറെ പ്രതീക്ഷയുള്ള ഒരു പ്രകടന പത്രികയാണ്. അപ്പോൾ ഞാൻ നടന്നു പോയപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കിട്ടിയതാണ്. ഇതിൽ ചുളിഞ്ഞിട്ടൊക്കെ ഉണ്ട്, ആരോ ചുരുട്ടി ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിൽ വായിക്കുമ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ തൃശ്ശൂരിന് നൽകുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഏറെ പ്രതീക്ഷ നൽകുന്ന ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സുരേഷ് ഗോപി ഇപ്രാവശ്യം വിജയിക്കണോ? രാഷ്ട്രീയമൊന്നും നോക്കാതെ നിങ്ങൾ ജയിപ്പിക്കുമോ? അതോ സുരേഷ് ഗോപി പറഞ്ഞൊന്നും നടക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വികസന പ്രക്രിയയല്ല ഞങ്ങൾ നോക്കുന്നത്, പകരം രാഷ്ട്രീയമാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.